നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ് എൻട്രി. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറങ്കല്ലിടലും നിർവഹിക്കാനാണ് കൊച്ചിയിലെത്തിയത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. മോദിയെ കാണാനായി പതിനായിരക്കണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. കേരളീയ ദേശത്തെ ജീവന സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്ത മോദി കേരളത്തിലെ കടലിന്റെ മക്കൾക്ക് നമസ്കാരം, നിങ്ങളുടെ അനുഗ്രഹത്തിനായാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ദേശീയപാത വികസനമടക്കം കേരളത്തിൽ നടപ്പിലാക്കുക 10,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. 5,500 കോടി രൂപ ചിലവിട്ട് BPCL കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പലിൻ പ്ലാന്റിന് പ്രധാനമന്ത്രി തറങ്കല്ലിട്ടു. പ്രതിവർഷം 4 ലക്ഷം ടൺ പോളിപ്രൊപ്പലിൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. AI മേഖലയിലും സെമി കണ്ടക്ടർ മേഖലയിലും രാജ്യം പുരോഗതി കൈവരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സൗരോർജ ശക്തിയിൽ പ്രമുഖ രാജ്യമാണ് നാം എന്നും കേരളവും സൗരോർജ മേഖലയിൽ മുന്നേറണമെന്നും ഇതിനായാണ് കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് തറങ്കല്ലിട്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും പ്രധാനമന്ത്രി ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് മനോഹരമായ ഭൂപ്രദേശവും കാലാവസ്ഥയുമുണ്ട്, മഹത്തായ സംസ്കാരമുണ്ട്, കഴിവുള്ള ജനതയാണ്. എന്നാൽ കേരളം അർഹിക്കുന്ന വികസനം ഉണ്ടായിട്ടില്ല. കേരളം മാറി മാറി ഭരിച്ച 2 മുന്നണികളുമാണ് ഇതിന് കാരണം. കേരളത്തിന്റെ അതിവേഗ വികസനത്തിന് ഈ 2 മുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുന്ന സ്ഥിതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് NDA സർക്കാരിനെ അധികാരത്തിലെത്തിക്കണം. അടുത്ത 5 വർഷം NDAക്ക് അവസരം നൽകിയാൽ വികസിത കേരളം എന്ന അത്ഭുതകരമായ കാഴ്ച കാണാൻ സാധിക്കും. ഇനി കേരളവും മാറും, മാറാത്തതും മാറും, കേരളവും വളരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം മോദിയുടെ സന്ദർശന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് ക്ഷണമില്ലാത്തതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും കേരളത്തിൽ മോദിക്ക് താമര വിരിയിക്കുവാൻ കഴിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.